കേരള സർവകലാശാലയിലെ ഗവർണർക്കെതിരായ SFI ബാനർ മാറ്റേണ്ടതില്ലെന്ന് സിൻഡിക്കേറ്റ്. വൈസ് ചാൻസലറുടെ ആവശ്യം തള്ളി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഹിറ്റ്ലർ തോറ്റു, മുസോളനി തോറ്റു, സർ CPയും തോറ്റു, പിന്നീടാണോ ആരിഫ് ഖാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു SFI അവിടെ ബാനർ പതിച്ചിരുന്നത്. ഇതിനെതിരെയാണ് VC രംഗത്തെത്തിയത്. പക്ഷേ VCക്കെതിരെ ഇതാ സെനറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷ, സംസ്ഥാനത്തുടനീളം SFI ഇത്തരത്തിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലായിടത്തും, യൂണിവേഴ്സിറ്റികളിലെ എല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ബാനറുകൾ ഉയർത്തുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതേ സമയത്ത് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് മുകളിലും ഇത്തരത്തിൽ ഒരു ബാനർ SFIയുടെ നേതൃത്വത്തിൽ അവർ കെട്ടിയത്. ആ സമയത്ത് തന്നെ VC വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ആ ബാനർ ഉടൻ തന്നെ അഴിച്ചു മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതാണ്, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് അവരുടെ പ്രതിഷേധ രീതിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുകയും ബാനർ അവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയുമാണ് കണ്ടത്. അതിനുശേഷം ഇത്തരത്തിൽ VC പലതവണ ബാനർ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനോട് യോജിക്കാനും ബാനർ അഴിച്ചു മാറ്റാനും SFIയും അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറായിരുന്നില്ല. ഇന്നലെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം കൂടിയത്. ഈ യോഗത്തിലും VCയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു ബാനർ അഴിച്ചു മാറ്റുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ മുറിവേൽപ്പിക്കുന്നതാണ്, അതിന് ലംഘനം ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ബാനർ അഴിച്ചു മാറ്റേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി ഇന്നലെ കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാനർ അഴിച്ചു മാറ്റുന്നതിൽ എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട്. SFI എന്തായാലും ആ ബാനർ അഴിച്ചു മാറ്റില്ല. ഗവർണർക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഗവർണർ തലസ്ഥാനത്ത് എത്തിയപ്പോഴും ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്ന വീണ്ടും പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ എന്തായാലും ആ ബാനർ അഴിച്ചു മാറ്റില്ല എന്നൊരു കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിരുന്നതാണ്. ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിലും VCയുടെ നിർദ്ദേശം തള്ളുകയും ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് ഈ ബാനർ അഴിച്ചു മാറ്റേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്, ആ ഒരു കാര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ബാനർ അവിടെ തന്നെ തുടരുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിനെ ചൊല്ലിയായിരുന്നു ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നത്. ആ ഒരു കാര്യത്തിൽ എന്താണോ ഗവർണർ തീരുമാനിക്കുന്നത്, ആ ഒരു തീരുമാനത്തിൽ മാറ്റം വരുന്നതുവരെ ഗവർണർക്ക് നേരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് SFI പ്രവർത്തകരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് മുകളിൽ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ബാനർ അത് നിലവിൽ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. അജിംഷാദ്, തീർച്ചയായും SFI പിന്നോട്ടില്ല. പ്രതിഷേധത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരസ്യമായ ഷോ ഓഫുകൾ ഒന്നും വീണിട്ടില്ല എന്നതാണ് രാഷ്ട്രീയമായ SFIയുടെ പ്രഖ്യാപനം. എന്തായിരുന്നാലും അത് തുടരുമെന്ന് തന്നെയാണ് ഈ പോസ്റ്റർ വിവാദങ്ങളിലും മനസ്സിലാക്കേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിക്ക് മുകളിൽ SFI പതിച്ച ബാനർ ഇങ്ങനെയായിരുന്നു: ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPയും തോറ്റു മടങ്ങി, പിന്നീടാണോ ആരിഫ് ഖാൻ എന്ന മുദ്രാവാക്യം ചരിത്രപരമായ പ്രസക്തികളൊക്കെ വിളിച്ചോതി കൊണ്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ആ പ്രതിഷേധ ബാനർ, അതടക്കം നിരവധി ബാനറുകൾ. ഇത്തരത്തിലുള്ള ബാനറുകൾക്കെതിരെ ആണ് VC രംഗത്തെത്തിയത്. പക്ഷേ VCയെ തള്ളുന്ന നിലപാടിലേക്കാണ് സിൻഡിക്കേറ്റ് പോകുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി നൽകിയത്.